കനലൊരു തരിമതി കേൾക്കുമ്പോൾ തന്നെ ഏതൊരു ഇടതുപക്ഷക്കാരൻ്റെയും ഞരമ്പുകളിൽ ആവേശം നിറയ്ക്കുന്ന മുദ്രാവാക്യമാണിത്. കാറ്റ് പിടിച്ചാൽ ഒരു കാട് മുഴുവൻ ചുട്ടരിക്കാൻ ഈ ഒരൊറ്റ കനൽത്തരി മതിയാകുമെന്നൊരു വലിയ രാഷ്ട്രീയ ബോധ്യമാണ് ഈ വാക്കുകളിലുള്ളത്. ഒരു കാലത്ത് ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തലിച്ചിരുന്ന പ്രസ്ഥാനം ഈ പലയിടത്തും വലിയ തിരിച്ചടികൾ നേരിട്ടപ്പോൾ അണികൾക്ക് ആവേശം പകരാൻ ഉയർന്നു കേട്ട വാചകം. എന്നാൽ സമീപകാലത്ത് നടന്ന ചില തിരഞ്ഞെടുപ്പ് തോൽവികൾക്ക് പിന്നാലെ ഈ മുദ്രാവാക്യത്തെ ഏറ്റവും കൂടുതൽ പരിഹസിച്ചത് രാഷ്ട്രീയ എതിരാളികളാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളും വലതുപക്ഷ സൈബർ പോരാളികളും. കനലല്ല, ഇനി വെറും ചാരം മാത്രമേ ബാക്കിയുള്ളൂ എന്നവർ ആവർത്തിച്ച് കളിയാക്കി. സോഷ്യൽ മീഡിയയിൽ ഈ മുദ്രാവാക്യം വെച്ച് എണ്ണമറ്റ ട്രോളുകളുണ്ടായി. ഒരു തിരുത്തൽ ശക്തി എന്ന നിലയിലുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി തന്നെ അവിടെ ചോദ്യം ചെയ്യപ്പെട്ടു. പക്ഷേ പരിഹസിച്ചവർക്കുള്ള മറുപടി വരുന്നത് കേരളത്തിൽ നിന്നോ അങ്ങ് ഡൽഹിയിൽ നിന്നോ അല്ല, അത് വരുന്നത് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഈറ്റില്ലമായ തമിഴ്നാട്ടിൽ നിന്നാണ്. അതെ, ആ കനലൊരു തരി മതി എന്ന് തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വർത്തമാനങ്ങൾ നമ്മളോട് പറയുന്നത്. കേവലം ഒരു തരി കനൽ എങ്ങനെയാണ് വലിയൊരു ഭരണകൂടത്തിൻ്റെ ഗതി മാറ്റിയത് എന്ന് കേട്ടാൽ ഈ പരിഹസിച്ചവർ പോലും ഒന്നും ഞെട്ടും. കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തമിഴ്നാട്ടിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഒന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കണം. വലിയൊരു രാഷ്ട്രീയ സുനാമിക്കാണ് തമിഴകം സാക്ഷ്യം വഹിച്ചത്. DMKയും AIADMKയും മാറി മാറി ഭരിച്ചിരുന്ന തമിഴ് മണ്ണിൽ ദളപതി വിജയ് തൻ്റെ പാർട്ടിയായ TVKയുമായി വന്ന് ചരിത്രം കുറിച്ച് മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കുകയാണ്. എന്നാൽ ഈ ഭരണമാറ്റത്തിന് പിന്നിൽ, പ്രത്യേകിച്ച് CPM ഉൾപ്പെടുന്ന ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയ്ക്ക് പിന്നിൽ MK സ്റ്റാലിൻ്റെ അതിബുദ്ധിപരമായ ചില രാഷ്ട്രീയ നീക്കങ്ങളുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ആർക്കും ഭൂരിപക്ഷമില്ലാതെ തമിഴ്നാട് ഒരു ഗവർണർ ഭരണത്തിലേക്ക് പോകുമെന്ന വലിയ പ്രതിസന്ധി വന്നിരുന്നു. ഈ ഒരു സാഹചര്യം എന്ത് വില കൊടുത്തും ഒഴിവാക്കാൻ സ്റ്റാലിൻ നേരിട്ട് നടത്തിയ വലിയൊരു മാസ്റ്റർ സ്ട്രോക്കാണ് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ. തങ്ങളുടെ മുന്നണിയിലുള്ള CPMനോടും CPIയോടും വിജയ് നയിക്കുന്ന TVKയ്ക്ക് പുറത്തുനിന്ന് പിന്തുണ നൽകാൻ DMK നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഇവിടെ വലിയൊരു രാഷ്ട്രീയ നാടകവും നടന്നു. DMKയോട് ഒന്ന് ചോദിക്കുക പോലും ചെയ്യാതെ DMK മുന്നണിയിലുള്ള കോൺഗ്രസ് സ്വന്തം ഇഷ്ടപ്രകാരം TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. കോൺഗ്രസിൻ്റെ ഈ പിന്നിൽ നിന്നുള്ള കുത്തിൽ പ്രതിഷേധിച്ച് DMK ഒറ്റയടിക്ക് ഇന്ത്യ മുന്നണിയിൽ നിന്ന് തന്നെ പുറത്തുപോയി. ചുരുക്കത്തിൽ സ്റ്റാലിൻ്റെ പൂർണ്ണ അനുവാദത്തോടെ തമിഴ്നാട്ടിൽ ഗവർണർ ഭരണം ഒഴിവാക്കാൻ ഒരു തിരുത്തൽ ശക്തിയായി പുറത്തുനിന്ന് പിന്തുണ നൽകി നിൽക്കുകയാണ് CPMഉം CPIയും. ഇവിടെയാണ് നമ്മുടെ കഥയിലെ ഏറ്റവും വലിയ സസ്പെൻസ് ഒളിഞ്ഞിരിക്കുന്നത്. വിജയ് ഇപ്പോൾ ഒരു സാധാരണക്കാരനല്ല, തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാണ്. കോടിക്കണക്കിന് ആരാധകരുള്ള, സ്വന്തം പാർട്ടിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ അധികമാരുമില്ലാത്ത ഒരു വലിയ രാഷ്ട്രീയ ശക്തി. പക്ഷേ ആ വിജയ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ എടുത്ത ഒരു സുപ്രധാന തീരുമാനം, തൻ്റെ ഏറ്റവും വലിയ അധികാരം ഉപയോഗിച്ച് പുറത്തിറക്കിയ ഒരു സർക്കാർ ഉത്തരവ് വെറും 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് തന്നെ റദ്ദാക്കേണ്ടി വന്നു. സ്വന്തം തീരുമാനത്തെ അദ്ദേഹം തന്നെ തിരുത്തി എഴുതി. ആര് പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്? അവിടെയാണ് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ യഥാർത്ഥ കരുത്ത് തമിഴ്നാട് കണ്ടത്. എന്തായിരുന്നു വിജയ് എടുത്ത ആ തീരുമാനം? അതറിയണമെങ്കിൽ ഒരാളെ നമ്മൾ പരിചയപ്പെടണം. പേര് റിക്കി രാധൻ പണ്ഡിറ്റ് വെട്രിവേൽ. വെറും ഒരു പേരല്ല, തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തനായ VIP-കൾക്ക് മാത്രം അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്ന ഒരു ഹൈ-ഫൈ ജോത്സ്യൻ. ആള് ചില്ലറക്കാരനല്ല. വർഷങ്ങൾക്ക് മുൻപ് സാക്ഷാൽ ജയലളിതയുടെ സ്വന്തം ജോത്സ്യനായിരുന്നു ഇയാൾ. ജയലളിതയുടെ പേരിൽ ഇംഗ്ലീഷ് ഒരു A അക്ഷരം കൂടുതലായി ചേർത്തതൊക്കെ ഇയാളുടെ ബുദ്ധിയായിരുന്നു. എന്നാൽ 2014 കേസിൽപ്പെട്ട് ജയലളിത ജയിലിൽ പോയതോടെ ഇയാളുടെ പണി പോയി. പിന്നീട് ഡൽഹിയിലും സിംഗപ്പൂരിലുമൊക്കെയായി കറങ്ങി നടന്ന ഇയാൾ കൃത്യമായ സമയത്ത് വിജയുടെ അടുത്തുകൂടി. വിജയുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം എന്ന പേര് സംഖ്യാശാസ്ത്രപരമായി നിർദ്ദേശിച്ചതും അതിൻ്റെ പതാകയുടെ നിറം തീരുമാനിച്ചതുമൊക്കെ ഇയാളുടെ ഉപദേശപ്രകാരമാണെന്നാണ് പറയപ്പെടുന്നത്. വിജയ് മുഖ്യമന്ത്രിയാകുമെന്ന് ഇയാൾ മുൻകൂട്ടി പ്രവചിച്ചതോടെ വിജയ്ക്ക് ഈ ജോത്സ്യനിലുള്ള വിശ്വാസം 100 ഇരട്ടിയായി. അധികാരമേറ്റ സന്തോഷത്തിൽ വിജയ് ചെയ്തതെന്താണെന്നോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏറ്റവും നിർണായകമായൊരു തസ്തികയായ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി അഥവാ OSD ആയി ഈ ജോത്സ്യനെ അങ്ങ് നിയമിച്ചു. സാധാരണഗതിയിൽ വലിയ IAS ഉദ്യോഗസ്ഥർ ഇരിക്കേണ്ട, ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സുപ്രധാന കസേരയിലാണ് ഒരു ജോത്സ്യനെ കൊണ്ടിരുത്തിയത്. അതും സർക്കാർ ശമ്പളത്തിൽ, മന്ത്രിസഭാ പ്രാതിനിധ്യത്തിന് തുല്യമായ പദവിയിൽ. പെരിയാറിൻ്റെ ആശയങ്ങളും സാമൂഹിക നീതിയും പറഞ്ഞ അധികാരത്തിൽ വന്ന ഒരാൾ ചെയ്ത പണി നോക്കണം. ഇത് കണ്ടതോടെ CPM വെറുതെ ഇരുന്നില്ല. വിജയ് മുഖ്യമന്ത്രിയാണെന്നോ വലിയ താരമാണെന്നോ തങ്ങൾ പിന്തുണയ്ക്കുന്ന സർക്കാരാണെന്നോ ഒന്നും അവർ നോക്കിയില്ല. ആദ്യത്തെ വെടിപൊട്ടിച്ചത് CPM ആണ്. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് നിരക്കാത്ത,
യുക്തിരഹിതമായ അന്ധവിശ്വാസത്തെ സർക്കാർ ചെലവിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഈ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് CPM ശക്തമായി തുറന്നടിച്ചു. ഇടതുപക്ഷം തുടങ്ങിവച്ച ഈ പോരാട്ടം നിമിഷങ്ങൾക്കുള്ളിൽ തമിഴ്നാട് മുഴുവൻ ഏറ്റെടുത്തു. CPMന് പിന്നാലെ പ്രധാന പ്രതിപക്ഷമായ DMKയും പിന്നെ കോൺഗ്രസും VCKയും എല്ലാം വലിയ എതിർപ്പുമായി രംഗത്തെത്തി. ഭരണഘടനാ വിരുദ്ധമായ ഈ നിയമനം പിൻവലിച്ചില്ലെങ്കിൽ സർക്കാരിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഇടതുപക്ഷം കൃത്യമായ മുന്നറിയിപ്പ് നൽകി. ഇടതുപക്ഷത്തിൻ്റെ ആ ഒരൊറ്റ നിലപാടിൽ സർക്കാരിൻ്റെ അടിത്തറ ഇളകി. സമ്മർദ്ദം താങ്ങാനാകാതെ മുഖ്യമന്ത്രിയായതിൻ്റെ ഹണിമൂൺ പീരീഡ് തീരുന്നതിന് മുൻപേ തന്നെ വിജയ്ക്ക് ഉത്തരവ് റദ്ദാക്കേണ്ടി വന്നു. ആ VIP ജോൾസന് ഒറ്റ ദിവസം കൊണ്ട് തൻ്റെ ഉന്നത പദവി നഷ്ടമായി. ഈ ഒരൊറ്റ സംഭവത്തോടെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പായി: ഭരണം ഇനി എന്തായാലും നന്നായി നടക്കും. സ്വന്തം വഴിയെ പോകാൻ മുഖ്യമന്ത്രിയെ അനുവദിക്കില്ല. കാരണം തെറ്റ് കണ്ടാൽ അത് മുഖ്യമന്ത്രിയാണെങ്കിലും മുഖത്തു നോക്കി ചോദിക്കാൻ, അത് തിരുത്തിക്കാൻ CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം അവിടെ ശക്തമായി നിലകൊള്ളുന്നുണ്ട്. ഇതിനിടയിൽ AIADMKയുടെ ഒരു വിഭാഗം ഇപ്പോൾ വിജയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച രംഗത്തുണ്ട്. പക്ഷേ വിജയ്ക്ക് അവരെ പൂർണ്ണ വിശ്വാസമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം അവരുടെ ലക്ഷ്യം അധികാരമാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. ഇതിനെല്ലാം മുൻപ് തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നതിന് മുൻപ് വിജയ് നടത്തിയ ചില നിർണായക സന്ദർശനങ്ങളായിരുന്നു. തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസിൻ്റെ ഓഫീസ് സന്ദർശിക്കുന്നത് ബോധപൂർവം ഒഴിവാക്കിയ വിജയ് നേരെ പോയത് CPMൻ്റെയും CPIയുടെയും ഓഫീസുകളിലേക്കാണ്. യാതൊരു ഉപാധികളുമില്ലാതെ ഭരണത്തിൽ തങ്ങൾക്ക് വഴികാട്ടിയാകാൻ പോകുന്ന ആ തിരുത്തൽ ശക്തിയോടുള്ള വലിയൊരു ആദരവായിരുന്നു ആ സന്ദർശനം. തമിഴ്നാട് ഭരണത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം എത്രത്തോളം വലുതാണെന്ന് തമിഴകത്തിന് കാണിച്ചു കൊടുക്കുന്നതായിരുന്നു വിജയുടെ ആ നീക്കം. അതെ, ആരും ചോദ്യം ചെയ്യാനില്ല എന്ന് കരുതിയ ഒരു വലിയ സർക്കാരിനെ തങ്ങളുടെ ആശയപരമായ കരുത്തുകൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് തിരുത്തിച്ച് എഴുതിയിരിക്കുകയാണ് ഇടതുപക്ഷം. പരിഹസിച്ചവർക്കുള്ള വലിയൊരു മറുപടിയാണത്. കനലൊരു തരി മതി എന്ന് തമിഴ്നാടിൻ്റെ മണ്ണിൽ നിന്ന് ചരിത്രം വീണ്ടും തെളിയിച്ചു കാണിക്കുമ്പോൾ അത് ഓരോ ഇടതുപക്ഷക്കാരനും വലിയ അഭിമാനം തന്നെയാണ്.